ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. സോ നമ്മളെ ചലഞ്ചിൻ്റെ ഡേ 3 ആണ്. ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് നിഫ്റ്റിയിൽ 24,635.95. സോ അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് കൺസിഡർ ചെയ്യാം. 24,650 പുട്ട് ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് വെച്ചത്. നമുക്ക് എമർജിലും കൂടെ പോയി സെലക്ട് ചെയ്ത് വെക്കാം. 24,650 പുട്ട് ഓപ്ഷൻ നമുക്ക് ആഡ് ചെയ്യാം. 131 ഓക്കെ. അതിൽ ബൈ കൊടുക്കാം. 650 ക്വാണ്ടിറ്റി, ഇൻട്രാഡേ കവർ ഓർഡർ, മാർക്കറ്റ് ഓർഡർ, സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്സ്. എൻട്രി വന്നിട്ടില്ല, നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. നമ്മളെ ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. 2 lakh വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത്. ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. സോ മേലേക്ക് കയറി വരുന്നുണ്ട്. അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി വരുമോ നോക്കി നോക്കാം. എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ അടുത്ത് എത്തിയില്ല. മാർക്കറ്റ് ഓൾറെഡി ഹയർ ടൈം ഫ്രെയിമിലുള്ള ലെവൽസൊക്കെ ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സോ ഡൗൺ സൈഡിലേക്ക് നല്ലൊരു വരാനുള്ള ചാൻസും പ്രോബിലിറ്റി ഒക്കെ കാണുന്നുണ്ട്. ഏതെങ്കിലും ഓരോ ലിക്വിഡിറ്റി വരെ ടാപ്പ് ചെയ്യുന്ന സമയത്തും ഡൗൺ സൈഡിലേക്ക് പോകാനാണ് ചാൻസ് ഉള്ളത്. പിന്നെ ഇപ്പം മാർക്കറ്റിൽ ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ, ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഹ്യൂജ് ഡിഫറൻസ്, ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആയിട്ട് ക്ലോസ് ചെയ്യുന്നത്. അത് എന്തോ ഗ്ലിച്ചോ കാര്യങ്ങളോ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അത് NSE പുതിയൊരു സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്. യൂഷ്വലി ക്ലോസിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് VWAP യൂസ് ചെയ്തിട്ടാണ് ഇനി. പക്ഷെ ഇപ്പോൾ അത് മാറിയിട്ട് CAS എന്ന് പറഞ്ഞ പുതിയൊരു മെത്തേഡിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ക്ലോസിംഗ് പ്രൈസ്. സോ അതുകൊണ്ടാണ് ലാസ്റ്റ് ടൈം അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കാണുന്നത്. അപ്പോൾ അതെനിക്കറിയില്ല. ഇനി ഇന്നലത്തെ വീഡിയോയിൽ ഞാനങ്ങനെ പറഞ്ഞപ്പം ആരൊന്ന് കമൻറ്റ് ഇട്ടിട്ടാണ് ആ ടൈമിലാണ് ഞാൻ അങ്ങനത്തെ സംഭവം അറിയുന്നത്. CAS എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഇനി അത് ആരോ കമൻറ്റ് ഇട്ടുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. സോ അവർക്കൊരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ട്രേഡ് വരുമോ നോക്കി വെക്കാം. മേലത്തെ ലെവൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് ആ ഒരു ലെവൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നത്. 24,630. ഓക്കെ, എൻട്രി വന്നിട്ടുണ്ട്, നമുക്ക് എടുക്കാം. കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു, ഇപ്പോഴാണ് ട്രേഡ് കിട്ടിയത്. നമ്മുടെ എൻട്രി പ്രൈസ് നോക്കുകയാണെങ്കിൽ 124.5 നമുക്ക് ആ ട്രേഡ് കിട്ടിയത്. 124.5 നോക്കുകയാണെങ്കിൽ 124.5 ഓക്കെ. ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രി കിട്ടിയത്. SL ആസ് യൂഷ്വൽ 6 പോയിൻറ്റ്, ടാർഗറ്റ് 30 പോയിൻ്റ് ആയാലും 1:5 ആവും. ഇത് പക്ഷേ ഡേലോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 30 പോയിൻറ്റ്സിലും കൂടുതൽ ഉണ്ടാവാനാണ് ചാൻസ്. ഒരു 30, 40, 50 പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. നിഫ്റ്റിയിൽ അവിടെ നിന്ന് അത്യാവശ്യം പോയിൻറ്റ്സ് ഉണ്ട്. 24,560 റേഞ്ചിലൊക്കെയാണ് നമ്മുടെ ടാർഗറ്റ് വരിക. ടാർഗറ്റ് ഡേലോ ആണ്, അതിൻ്റെ ഇടയിൽ വേറെ ലിക്വിഡിറ്റി ഏരിയാസ് ഒന്നുമില്ല. സോ അതുകൊണ്ട് ഡേലോ ആണ് ടാർഗറ്റ് വെക്കുന്നത്. ഓക്കെ, നിഫ്റ്റിയിൽ താഴേക്ക് എത്ര പോയിൻറ്റ്സ് ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 74 പോയിൻറ്റ്സ് ഉണ്ട്. ഡേലോ ആണ് ടാർഗറ്റ് വെക്കുന്നത്. സോ 74 പോയിൻറ്റ് വരുമ്പോൾ എന്തായാലും ഒരു 50 പോയിൻറ്റ്സ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. അത് മേലേക്ക് SL അടിക്കുകയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അതല്ല, താഴെ വന്ന് പ്രോപ്പർ ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ 50 പോയിൻറ്റ്സ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ മാർക്കറ്റ് എന്തായാലും ബെയറിഷ് ആവാനാണ് ചാൻസ് കൂടുതൽ. കാരണം ഹയർ ടൈം ഫ്രെയിമിലുള്ള ഒരുപാട് ലെവൽസ് ടാപ്പ് ചെയ്തിട്ടാണ് മുകളിൽ നിൽക്കുന്നത്. ഇന്നും ഇന്നലെ ഇതിൻ്റെ മുന്നേ 3 ദിവസമായിട്ട് നല്ല രീതിക്ക് ലിക്വിഡിറ്റി ഒക്കെ കളക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ എപ്പോൾ വേണമെങ്കിലും നല്ലൊരു ഫാള് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓരോ ലിക്വിഡിറ്റി ഒരു അപ്സൈഡിൽ എടുക്കുമ്പോഴും താഴേക്ക് വരാനുള്ളൊരു പ്രോബിലിറ്റി ഉണ്ട്. ഏതായാലും നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ ലാസ്റ്റ് ടൈം ക്ലോസിംഗ് പ്രൈസ് CAS മെത്തേഡിലാക്കിയതുകൊണ്ട് ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ ലെവൽസ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടാവാനുള്ള SLൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കുഴപ്പമില്ല, നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ആ CAS വെച്ചിട്ടുള്ള ക്ലോസിംഗ് പ്രൈസ് ആയിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുക. സോ അത് ചെറിയൊരു പ്രശ്നമാണ്, ചെറിയൊരു കൺഫ്യൂഷനുള്ള സംഭവമാണ്. അത് നമുക്ക് നോക്കിയിട്ട് പാകം പോലെ ചെയ്യാം. മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്താലുള്ള മെത്തേഡ്. സോ കുറച്ച് ദിവസം യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെ മാർക്കറ്റ് ആക്ട് ചെയ്യുന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് തീരുമാനിക്കാം. വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന ട്രേഡിംഗ് സ്റ്റൈലിൽ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ സ്ട്രാറ്റജി ഒക്കെ ആസ് യൂഷ്വൽ അതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. കാരണം ലാസ്റ്റുള്ള ഒരു 10-15 മിനിറ്റിലല്ലേ ഈ കാര്യം നടക്കുന്നുള്ളൂ. 3 മണി 3:15 വരെ പ്രശ്നങ്ങളൊന്നുമില്ല. 3:15 ശേഷമേ പ്രശ്നം തുടങ്ങുള്ളൂ. സോ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആകെ ഞാൻ ഈ പറഞ്ഞ ഒരു ചെറിയ ഇഷ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡെയിലി ടൈം ഫ്രെയിമിൽ ലെവൽസ് മാർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. ലോവർ ടൈം ഫ്രെയിമിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും നമ്മളെ ട്രേഡ് SL അടിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്നായിരുന്നു.
4030 ആണ് നമുക്ക് ലോസ് വന്നത്. നോർമലി 3900 റേഞ്ചിലാണ് ഉണ്ടാവുക. ഇത് കുറച്ചൊരു സ്ലിപ്പേജ് കൂടി പോയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നമുക്ക് എത്ര റുപ്പീസ് 124.5 180 6.2 എങ്ങാനാണെന്ന് തോന്നുന്നു ലോസ് വന്നത്. കുഴപ്പമില്ല, ചെറിയ രീതിയിലുള്ള സ്ലിപ്പേജൊക്കെ എന്തായാലും വരും. ഓക്കെ, സോ 4030 ആണ് നമുക്ക് ലോസ് വന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രേഡ് അവിടെ കഴിഞ്ഞു. നമുക്ക് ജേണലിലേക്ക് എഴുതി വെക്കാം. പക്ഷെ മാർക്കറ്റ് താഴേക്ക് വരാൻ തന്നെയാണ് ചാൻസ്. ഇനിയിപ്പോൾ മേലെ പോയിട്ട് വേറെ ലിക്വിഡിറ്റി ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഡേ ഹൈ ഒക്കെ എടുക്കേണ്ടി വരും. ബട്ട് ഡേ ഹൈ എടുക്കാനുള്ള പ്രോബിലിറ്റി ഒന്നും കാണുന്നില്ല. ഇവിടെ തന്നെ താഴേക്ക് പോകാനാണ് ചാൻസ് ഉള്ളൂ. നോക്കിയോ, ഇനി അതൊക്കെ പ്രോബിലിറ്റിയാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് കാണുന്ന രീതിക്കുള്ള ലിക്വിഡിറ്റി കൺസെപ്റ്റ് വെച്ചിട്ടുള്ള പ്രോബിലിറ്റി വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ചിലപ്പോൾ നേരെ തിരിച്ചു വരാൻ എന്ത് വേണം സംഭവിക്കുക. ചിലപ്പോൾ മേലേക്ക് പോകാനും ചാൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന സെറ്റപ്പ് പ്രകാരം നോക്കുമ്പോൾ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ, ഹ്യൂജ് ലിക്വിഡിറ്റിയാണ് ഇപ്പോൾ കളക്ട് ചെയ്ത് നിൽക്കുന്നത്. സോ നല്ല രീതിക്ക് ഡൗൺ സൈഡിലേക്ക് വരാനാണ് ചാൻസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ഏരിയയിൽ തന്നെ ഒരു ട്രേഡും കൂടെ കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഡൗൺ സൈഡിലേക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ സ്ട്രൈക്കിലൊന്നും മാറ്റങ്ങളൊന്നും വരുത്തില്ല. ഈ സ്ട്രൈക്കിൽ തന്നെ നമുക്ക് ഓർഡർ എടുക്കാനുള്ള വിൻഡോ ഒക്കെ റെഡി ആക്കി വെക്കാം. 650 ക്വാണ്ടിറ്റി, ഇൻട്രാഡേ കവർ ഓർഡർ, മാർക്കറ്റ് 6 points SL. കാരണം മാർക്കറ്റ് മേലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഡേ ഹൈ എടുക്കാനുള്ള പ്രോബിലിറ്റി ഒന്നും കാണുന്നില്ല. അവിടെ തന്നെ താഴേക്ക് വരാനാണ് ചാൻസ് കാണുന്നത്. പക്ഷേ അവിടെ നിന്ന് അങ്ങനെ വെറുതെ എടുക്കാൻ പറ്റില്ല. പ്രോപ്പർ എൻട്രി കിട്ടുകയാണെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ. എന്തായാലും അവിടെ നിൽക്കട്ടെ, പ്രോപ്പർ എൻട്രി വരുമെന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം. തൽക്കാലം അവിടെ നിൽക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ജേണലിലേക്ക് എഴുതി വെക്കാം. നമ്മളെ സ്ട്രൈക്ക് 24,650 പുട്ട് ഓപ്ഷനാണ്. നമ്മളെ ജേണൽ ഓക്കെ, എത്രയായിരുന്നു? 24,650 പുട്ട് ഓപ്ഷൻ. 24,650 പുട്ട് ഓപ്ഷൻ. ഓക്കെ, ഇന്ന് ഡേറ്റ് 5th ആണ്. 5th 5/8/2026. നമ്മളെ 4ാമത്തെ ട്രേഡാണ്. ചലഞ്ച് തുടങ്ങിയതിന് ശേഷമുള്ള 3rd ഡേ ആണെന്ന്. പിന്നെ ഇതിപ്പോൾ ഓവറോൾ ചെറിയൊരു ലോസിലേക്ക് പോയിട്ടുണ്ടാവും. ടൈം നോക്കുകയാണെങ്കിൽ 10:58 11 മണി, 10:58 11 മണി. ഓക്കെ, ഇനി PNL നോക്കുകയാണെങ്കിൽ 4030 -4030 ആണ്. സോ 3 ട്രേഡായി ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് SL അടിക്കുന്നു. 4030. അത് നമുക്ക് കളറൊന്ന് മാറ്റി കൊടുക്കാം. കളറ് റെഡ് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിൽ ഉണ്ടായിരുന്ന ഇതായിരുന്നു, ജേണലായിരുന്നു. പക്ഷെ ഇപ്പം 3 ട്രേഡ് അടുപ്പിച്ച് SL അടിച്ചപ്പം ലോസിൽ വന്നു. അത് 1:5 ആണ് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചതെന്നുണ്ടെങ്കിൽ അത്ര വരില്ല. ഇപ്പോൾ ലോസ് ഉള്ളത് ചെറിയ ലോസ് 1732 ആണ് നമുക്ക് ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ 1:5 ആണ് ഫസ്റ്റ് ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ അത്ര ലോസ് വരില്ല. എപ്പോഴും പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. അത് 1:5 ഇല്ല, പ്രോപ്പർ ടാർഗറ്റ് അല്ല അത് ശരിക്കും. ആകെ 1:2.5 2.6 അങ്ങനെ 1:3 കറക്റ്റ് ഇല്ല. 1:3 കുറവാണ്. അതുകൊണ്ടാണ് 3 ട്രേഡ് SL അടിച്ചപ്പോഴേക്കും ഓവറോൾ ലോസിൽ വന്നത്. 1:3 എബോ ഉണ്ടെങ്കിൽ 3 SL അടിച്ചാലും ചെറിയ പ്രോഫിറ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവും. ഏതായാലും നമുക്ക് നോക്കാം. ഇനി അടുത്തൊരു എൻട്രി ആ ഏരിയ തന്നെ കിട്ടുമോ നോക്കി നോക്കാം. കിട്ടുകയാണെങ്കിൽ ഡൗൺ സൈഡിൽ എടുക്കാം. എന്തായാലും ഡൗൺ സൈഡ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പ് സൈഡിലേക്ക് ഈ ട്രേഡ്സ് ഒന്നും നോക്കുന്നില്ല. അപ്പോൾ എൻട്രി കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നിഫ്റ്റിയിൽ അടുത്തൊരു ട്രേഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം 151.46 എൻട്രി. 151.46 ഇത് കുറച്ച് ടൈമായി എൻട്രി ജസ്റ്റ് ഇപ്പോൾ എൻട്രി എടുത്തിട്ടേ ഉള്ളൂ. കുറേ ടൈമായി വെയിറ്റ് ചെയ്യുന്നു. വേറെ എൻട്രീസ് ഒന്നും കിട്ടിയില്ല. ഇനി ഇപ്പോൾ ചെറിയൊരു ലിക്വിഡ് ചെറിയ ടാപ്പ് ചെയ്യുമ്പം ഡൗൺ സൈഡിലേക്ക് അടുത്തൊരു ട്രേഡ് എടുത്തതാണ്. സോ അതിൽ നമ്മളെ ടാർഗറ്റ് ഡേ ലോ ആണ് വെക്കുന്നത്. ചെറിയ ടാർഗറ്റേ ഉള്ളൂ. ബട്ട് 1:2-3 റേഞ്ചിലൊക്കെ എന്തായാലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 14:38 എൻട്രി. 14:38 പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി. അല്ല, 38 ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുത്തത്. ജസ്റ്റ് ഇപ്പം എൻട്രി എടുത്തിട്ടേ ഉള്ളൂ. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം.
മാർക്കറ്റ് നമ്മൾ രാവിലെ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നല്ല രീതിക്ക് താഴേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ലിക്വിഡിറ്റി കളക്ട് ചെയ്യുന്ന സമയത്തും താഴേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ കുറച്ച് നേരം ഞാൻ മാർക്കറ്റിൽ ഇല്ലേനെ, അതുകൊണ്ട് ഒരു എൻട്രി മിസ്സായിട്ടുണ്ട്. അത് കുഴപ്പമില്ല, പോട്ടെ, ഞാൻ മാർക്കറ്റിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ വേറെ ട്രേഡ്സൊന്നും ഞാൻ മാർക്കറ്റിലുള്ള ടൈമിൽ കിട്ടിയിട്ടില്ല, പ്രോപ്പർ ആയിട്ടില്ല, ഒറ്റ ട്രേഡ്സും കിട്ടിയില്ല. ഇപ്പോഴാണ് ഒരു എൻട്രി വരുന്നത്, അത് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഡേലോൻ്റെ ഇടയിൽ ചെറിയൊരു ലിക്വിഡിറ്റി വേറെ ഉണ്ട്, പക്ഷേ അവിടെ ഞാൻ ടാർഗറ്റ് വെക്കുന്നില്ല. അവിടെ വെച്ചാൽ കാര്യമൊന്നും ഉണ്ടാവില്ല, വളരെ ചെറിയ ടാർഗറ്റ് ഇപ്പോൾ. അത് മാത്രമല്ല, മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് പോകാൻ പ്രോബിലിറ്റി. സോ അതുകൊണ്ട് ഡേലോ ആണ് ടാർഗറ്റായിട്ട് വെക്കുന്നത്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ടിപ്പിൽ SL അടിച്ചിട്ടാണ് പോകുന്നത്. അതിനുശേഷം ഹ്യൂജ് മൂവ്മെൻറ്റ് താഴേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല. ഇനി അടുത്ത സെക്കൻഡ് ട്രേഡ് എന്താണെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ബാക്കി അങ്ങോട്ട് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിക്കാം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ട്രേഡും ഇവിടെ ഭംഗിയായിട്ട് ടാർഗറ്റ് SL അടിച്ചിട്ടുണ്ട്. 4000 റുപ്പീസിനാണ് അതിൽ ലോസ് വന്നത്. അത്യാവശ്യം സ്ലിപ്പേജ് അതിലും കൂടുതലുണ്ട്. സോ രണ്ട് ട്രേഡിലും 4000 സംതിങ് ആണ് വന്നത്. സോ ടോട്ടൽ 8037 ആണ് അത് ലോസ് വന്നത്. ആ ഒരു ട്രേഡ് അത്യാവശ്യം താഴേക്ക് പോയി, ബട്ട് വളരെ ചെറിയ മൂവ്മെൻറ്റുകൾ, പ്രീമിയത്തിലും അല്ലാതൊന്നും നീങ്ങിയില്ല. അതിനുശേഷം നമ്മൾ പറഞ്ഞ ഡേലോൻ്റെ തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റി എടുത്തിട്ട് മേലേക്ക് തന്നെ വരെ ചെയ്ത്, ഞാനവിടെ താഴേക്ക് തന്നെ പോകുന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് കുറച്ചുകൂടെ വലിയ ടാർഗറ്റ് വെച്ചത്. ബട്ട് അത് താഴേക്ക് പോയില്ല, മേലേക്ക് തന്നെയാണ് വന്നത്. പക്ഷെ കുഴപ്പമില്ല. നമുക്ക് ഇനി അടുത്തൊരു ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും തോന്നുന്നില്ല. ടൈം 14:54, 2:54, 3 മണി ആവാനായി. സോ ഇനി വേറെ ട്രേഡ്സ് ഒന്നും ഉണ്ടാവില്ല. ഇന്നൊരു ട്രേഡ് ജസ്റ്റ് മിസ്സായി പോയി. നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് ഞാൻ മാർക്കറ്റിൽ ഇല്ലാത്തതുകൊണ്ട് അത് മിസ്സായിപ്പോയി. ഡൗൺ സൈഡിലേക്ക് തന്നെയുള്ള ട്രേഡ് ആയിരുന്നു, പ്രോപ്പർ എൻട്രി സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്ന് ടോട്ടൽ മാർക്കറ്റിൽ ഈ ഒരു 3 ട്രേഡ്സാണ് വന്നത്. അതിൽ 2 നമ്മൾ എടുത്തത്, അത് 2 SL അടിച്ച് പ്രോപ്പറായിട്ട് വന്നിരുന്നൊരു ട്രേഡ് എടുക്കാൻ പറ്റിയതില്ല, അത് പോവുകയും ചെയ്തു. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ബാക്കി നാളെ നോക്കാം. ഇന്നത്തെ ട്രേഡ് ഏതായാലും ഇത്രയൊക്കെ ഉള്ളൂ. 2 ട്രേഡ് അല്ല നമുക്ക്. അപ്പോൾ ഇന്ന് വേറെ ട്രേഡ്സ് ഒന്നുമില്ല, നമ്മൾ 2 ട്രേഡാണ് എടുത്തത്. അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു. ഒന്ന് 24,650 പുട്ട് ഓപ്ഷനിലും, ഒന്ന് 24,550 പുട്ട് ഓപ്ഷനിലാണ്. അതിൻ്റെ രണ്ടിന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു. പിന്നെ സെക്കൻഡ് ട്രേഡ് നമ്മൾ എടുത്തത് ഓൾമോസ്റ്റ് ഈ ഒരു എവിടെ നിന്നായിരുന്നു, എന്താ ഈ ഏരിയ നിന്നാണ്. അവിടെ നിന്ന് അത്യാവശ്യം ചെറിയൊരു മൂവ്മെൻറ്റ് വന്നു താഴേക്ക്. ബട്ട് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട് മേലേക്ക് ഡേലോ ടാപ്പ് ചെയ്ത് ഒരു ജസ്റ്റ് കുറച്ചൊരു പോയിൻറ്റ്സാണ് നമ്മൾ ടാർഗറ്റ് മിസ്സായത്. അതുപോലെ ഫസ്റ്റ് ട്രേഡിൽ നമ്മൾ SLും ജസ്റ്റ് ഒരു ചെറിയ പോയിൻറ്റ്സാണ് മിസ്സായത്, അല്ല SL അടിച്ചിട്ട് പോയത്. ഈ ഒരു ക്യാൻഡിലിൽ എങ്ങനെയാണ് നമ്മൾ SL അടിച്ചത്. ടൈം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ട്രേഡ് 11 മണിക്കാണ് എക്സിറ്റ് ആയത്. 11 മണിൻ്റെ ക്യാൻഡിൽ പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ നമ്മൾ SL അടിച്ചിട്ട് പിന്നെ വല്ലാതെ മൂവ് ചെയ്തില്ല, ചെറിയൊരു മൂവ്മെൻറ്റ് മേലേക്ക് വന്നുള്ളൂ. അങ്ങനെ അത്രയും ടിപ്പിൽ SL അടിച്ചിട്ടാണ് താഴേക്ക് വന്നത്. പിന്നെ ഒരു എൻട്രി ഉണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിൽ ഒരു എൻട്രി ഉണ്ടായിരുന്നു, അത് പ്രോപ്പറായിട്ട് ടാർഗറ്റ് അടിക്കുന്നത്. 30 പോയിൻറ്റ്സ് കിട്ടില്ല, 1:5 കിട്ടില്ല, ബട്ട് 1:2, 3യിലും കൂടുതൽ കിട്ടീനി അവിടുന്ന് ഡേലോ വരെ ഹോൾഡ് ചെയ്താൽ. സോ അങ്ങനത്തെ നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് മാർക്കറ്റിൽ ഇല്ലേനി, കുറേ ടൈം നോക്കിയിരുന്ന് പിന്നെ ഒന്ന് പുറത്തേക്ക് പോയി വന്നപ്പോഴേക്ക് ആ ഒരു ട്രേഡ് പോവുകയും ചെയ്തു. അപ്പോൾ ഒന്നെടുത്ത് 2 ട്രേഡ് SL ആണ്. പിന്നെന്താ, അത് നമുക്ക് ജേണലിലേക്ക് എഴുതി വെക്കാം. ഫസ്റ്റ് ട്രേഡ് 24,650 പുട്ട് ഓപ്ഷൻ, സെക്കൻഡ് 24,550 പുട്ട് ഓപ്ഷൻ. 24,550 P. ടൈം അല്ല, എമൗണ്ട് 4,007 മൈനസ് 4,007. കളറ് റെഡ് കൊടുക്കാം. പിന്നെ ടൈം ഓർഡേഴ്സിൽ പോയി നോക്കുകയാണെങ്കിൽ 14:38, 14:53, 14:38, 14:53. സോറി,
14.53. ശേ, എന്താ അങ്ങോട്ട് അടിച്ചിട്ട് പോവാത്ത? 14.53. ഓക്കെ, നമ്മുടെ 5th ട്രേഡാണ്. നമ്മുടെ ചലഞ്ച് തുടങ്ങിയ ശേഷമുള്ള ഡേറ്റ് സെയിം തന്നെയാണ്. ഓക്കെ, സോ ഇന്നലെ 2 ട്രേഡ് എടുത്ത് 2 SL ഇന്ന് 2 ട്രേഡ് എടുത്ത് 2 MSL ആകെ ഒരു ടാർഗറ്റ് മാത്രമേ കിട്ടും, അതും 1:2 3 അടുത്തേ ഉള്ളൂ. പിന്നെ ടോട്ടൽ PNL നോക്കുകയാണെങ്കിൽ -5,739 ആണ്. $5,739 പ്രോഫിറ്റ് വരുന്ന സമയത്ത് നമ്മൾ പ്ലസ് എഴുതി വെക്കുന്നുണ്ടല്ലോ, അതേപോലെ ലോസ് വരുന്നത് നമ്മൾ മൈനസ് എഴുതി വെക്കണമല്ലോ. സോ അതിൻ്റെ കളർ നമുക്ക് റെഡ് കൊടുക്കാം. അതിൽ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 5,739. $5,739 divided by 2 lakh into 1,000 അല്ല 100, 2.86 വരുള്ളൂ. -2.86 86987 അടിക്കാം. ഓക്കെ, സോ അതാണ് നമ്മളെ ലോസ്. ചലഞ്ച് തുടങ്ങിയതിന് ശേഷം 3 ദിവസമായി. 3 ദിവസത്തിൻ്റെ ടോട്ടൽ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ലോസിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഓൾമോസ്റ്റ് 2.83% അടുത്ത് ലോസിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.